തൃശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടില്ല. കുടമാറ്റം 15 മിനിറ്റ് മാത്രം. കുടകളുടെ എണ്ണം കുറയ്ക്കും, ആനകളുടെ എണ്ണം കുറയ്ക്കില്ല. ആചാരപരമായ ആഘോഷം മാത്രം മതിയെന്ന് യോഗത്തിൽ തീരുമാനം. വെടിക്കെട്ട് വേണമെന്ന നിലപാടിൽ പാറമേക്കാവ് ദേവസ്വം. തൃശൂർ വെടിക്കെട്ട് ദുരിതത്തിൽ 37 പേർ ഉൾപ്പെട്ടതായി നിഗമനം. സ്ഥിരീകരിച്ചത് 14 മരണം. DNA പരിശോധന തുടരുന്നു. സ്ഫോടന സമയത്തെ താപനില സൂര്യന്റേതിന് സമാനമായിരുന്നുവെന്ന് ഫോറൻസിക് വിദഗ്ധർ. 15-അംഗ സംഘം സ്ഫോടനം അന്വേഷിക്കുന്നു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദം ഉറപ്പിക്കാൻ നേതാക്കളുടെ നീക്കങ്ങൾ. ചെന്നിത്തലയെ വാഴ്ത്തി ജനനായകൻ വീഡിയോ. KC വേണുഗോപാലിനായി ഡോക്യുമെന്ററി. VD സതീശന്റെ നിയമസഭാ പ്രസംഗങ്ങൾ പുസ്തകമാകുന്നു. ഫേസ്ബുക്ക് പോസ്റ്റുമായി അജയ് തറയിൽ. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകൾ നീളുന്നു. വെടിനിർത്തലിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് അമേരിക്ക. US ഏകപക്ഷീയമായി വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ വിജയമെന്ന് ഇറാൻ. ലബനനിലും സംഘർഷം മുറുകുന്നു. മാധ്യമപ്രവർത്തക കൊല്ലപ്പെട്ടു. ഹോർമുസിൽ വെച്ച് ചരക്ക് കപ്പൽ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് IRGC. കപ്പൽ വളഞ്ഞ് മുഖമൂടി അണിഞ്ഞ സൈനികർ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. അമേരിക്കൻ ഉപരോധം മറികടന്ന് 34 ഇറാനിയൻ ടാങ്കറുകൾ മേഖല കടന്നുവെന്ന് വിവരം. കേരളത്തിൽ ജനവിശ്വാസം BJPക്ക് അനുകൂലമെന്ന് ദേശീയ അധ്യക്ഷൻ ന്യൂസ് 18നോട്. LDF UDF മാച്ച് ഫിക്സിംഗ് അവസാനിപ്പിക്കുമെന്നും നിതിൻ നബീൻ. केरल में हम लोग की बढ़ोतरी हो रही है. 1.5% से 20% तक वोट पे गए. कल तक इन दोनों की जो मैच फिक्सिंग थी, LDF UDF की जो खेल चलता था, मैं मानता हूं कि बीजेपी ने स्पष्ट रूप से अपनी उपस्थिति बड़े अंक के साथ दर्ज की है. തമിഴ്നാട്ടിലും ബംഗാളിലും NDA ഭരിക്കും. വനിതാ ബില്ലിൽ സ്ത്രീ വോട്ടർമാർ BJPക്കൊപ്പമെന്നും ദേശീയ അധ്യക്ഷൻ. സംസ്ഥാനത്ത് വേനൽ ചൂട് കടുത്തു. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ചൂട് ഇന്നലെ പാലക്കാട് ജില്ലയിൽ. പാലക്കാടും കൊല്ലത്തും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ജില്ലകളിൽ സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ. സുമതി വളവ് നിർമ്മാതാവിന്റെ പരാതി കിട്ടിയിട്ടില്ലെന്ന് ഫിലിം ചേംബർ. പരാതി ലഭിച്ചാൽ ഇടപെടുമെന്നും ഭാരവാഹികൾ. മുരളി കുന്നുംപുറത്തിന്റെ ആരോപണങ്ങളിൽ മറുപടി പറയാൻ സംവിധായകനും തിരക്കഥാകൃത്തും. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് വീണ്ടും മരണം. ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ മരിച്ചു. ഉറങ്ങുന്നതിനിടെ കുട്ടിയെ കടിച്ചത് മൂർഖൻ.